ഇന്നേക്കൊരു വർഷം 2024 ജൂൺ 29 ഇന്ത്യൻ ക്രിക്കറ്റ് ചരിത്രം വീണ്ടും സ്വർണ്ണലിപികളിൽ എഴുതിയ രാത്രി. ഓരോ ഇന്ത്യക്കാരന്റെയും ഹൃദയം കുലുക്കിയ, കണ്ണിൽ കാഴ്ചയും കാതിൽ ശ്രവണവും ആകെയുള്ള ആവേശത്തിന്റെയും അഭിമാനത്തിന്റെയും രാത്രിക്ക് ഇന്നേക്കൊരു വർഷം. ബാർബഡോസ് കെൻസിംഗ്ടൺ ഓവൽ, നമ്മൾ ഒരുപാട് സ്വപ്നം കണ്ടിരുന്ന വേദി. ഉച്ചയ്ക്ക് ആരംഭിച്ച കളി വൃന്ദഗാനം പോലെ മുന്നേറിക്കൊണ്ടിരുന്നപ്പോൾ ഒരു നേഷൻ അടുപ്പിച്ച അതിശക്തമായ പ്രതീക്ഷകൾ ആകാശത്തോളം ഉയർന്നു. 17 വർഷങ്ങളായി ഒരൊറ്റ കപ്പിനായി കാത്തുനിന്ന മനസ്സുകൾ, അനവധി തവണയുടെ വിരൽ വിരിപ്പ്, സംശയങ്ങൾ, കൺകഴിച്ചിരിപ്പുകൾ എല്ലാം അവസാനിക്കാൻ നിമിഷങ്ങൾ മാത്രം ബാക്കിയായിരുന്നു. അവസാന ഓവർ, ഹർദിക് പാണ്ഡ്യയുടെ ബോളിൽ സൂര്യകുമാറിന്റെ അത്ഭുത ക്യാച്ച്. ഇന്ത്യ ഒരു തവണ കൂടി ശ്വാസമെടുത്തു. യെസ്, ഇന്ത്യ ഈസ് നൗ ദ വേൾഡ് ചാമ്പ്യൻ. ആ നിമിഷം കളിക്കളത്തിൽ നിന്ന് തുടങ്ങി വീടുകളിൽ, റെസ്റ്റോറന്റുകളിൽ, സ്ക്രീനുകൾക്ക് മുന്നിൽ കൂടിയ എല്ലാ ജനഹൃദയങ്ങളിലും ഒരേ സ്വരം മുഴങ്ങി, ഇന്ത്യ ഇന്ത്യ. വിരാട് കോഹ്ലി, ദ കിങ് ഓഫ് മോഡേൺ ഡേ ക്രിക്കറ്റ്, ആ ഫൈനൽ ഇന്നിംഗ്സിൽ വീണ്ടും കരുത്ത് തെളിയിച്ചു. രോഹിത് ശർമ്മ ക്രിക്കറ്റ് ഭ്രമരത്തിന്റെയും ഭാരതത്തിന്റെ ആകാശത്തിന്റെയും സൂര്യനായി മാറി. ഹർദിക്, ബുംറ, അക്ഷർ, അർഷ്ദീപ് തുടങ്ങി ഓരോരുത്തരും ആ ത്രിവർണ പതാകയെ സാക്ഷിയാക്കി ഒരേ സ്വപ്നം കൊണ്ടു മുന്നേറി. അത് വെറുമൊരു കപ്പല്ല, ഓരോ സാധാരണക്കാരന്റെയും പ്രതീക്ഷയാണ്. ചെറിയ തെരുവുകളിൽ പോലും ക്രിക്കറ്റ് മൈതാനിയാക്കിയിരുന്ന യുവാക്കളുടെ സ്വപ്നമാണ്. ഓരോ ദുഃഖത്തിൽ നിന്നുമുള്ള താൽക്കാലിക മോചനമാണ്. ഇന്ന് ഒരു വർഷം കഴിഞ്ഞപ്പോൾ നമ്മൾ വീണ്ടും ഓർമ്മിക്കുന്നു ആ ആവേശം, ആ കണ്ണുനിറവ്, ആ ജയം. അതിന്റെ ഈർപ്പാടുകൾ ഇപ്പോഴും നമ്മുടെ ഹൃദയത്തിൽ നിറഞ്ഞു നിൽക്കുന്നു. ഒരു ചോദ്യത്തിന് മാത്രം മറുപടി കിട്ടിയ ദിവസം. ഇന്ത്യക്ക് വീണ്ടും കഴിയുമെന്ന് വിശ്വസിച്ചിരുന്നു? ഉത്തരം: വിശ്വസിച്ചില്ലെങ്കിൽ പോലും ഹൃദയം മുരിച്ചെടുക്കും വരെ പോരാടും. അതാണ് ഇന്ത്യ. വന്ദേ മാതരം.